നമസ്കാരം. CPI സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തില്ല എന്ന അഭ്യൂഹത്തിനിടെ റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കണമെന്ന സമാജ്വാദി പാർട്ടി നിർദ്ദേശം നേതൃത്വം ഗൗരവത്തിൽ ചർച്ചയ്ക്കെടുക്കുന്നു എന്നത് ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തയായി. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ എന്ത് നിലപാട് ലീഗ് സ്വീകരിക്കുമെന്നത് നാളെ വ്യക്തമാകും. ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നാളെ ഉണ്ടാവുക. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്നതും ഇന്നത്തെ വാർത്തയായി. വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് വിടവാങ്ങി. ഇന്ന് സംഭവിച്ചു തുടങ്ങുന്നു. സ്വാഗതം. ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി. ആദ്യ വാർത്ത, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് CPI സജ്ജം. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും തൃശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും മാവേലിക്കരയിൽ CA അരുൺകുമാറും LDFന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികളാകും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. സംസ്ഥാനത്ത് LDFന് അനുകൂലമായ സാഹചര്യമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്ന് വൈകുന്നേരം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഇവിടെ വെച്ചൊരു പ്രസ് മീറ്റ് ഉണ്ടാകും. നിർബന്ധമായിട്ടും ഓരോ ജില്ലകളും അയക്കേണ്ടത് 3 പേരുടെ പാനലാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങളത് മനസ്സിലാക്കിയെങ്കിലും ഒരാളുടെ പേര് അയച്ചാൽ പോരാ, 3 പേരുടെ പേര് അയച്ചിട്ടുണ്ട്. ആ എല്ലാ പേരും പരിഗണിച്ച് ഒരു പേര് പാർട്ടി തീരുമാനിക്കും. നിങ്ങൾ ആരും ഉത്കണ്ഠപ്പെടേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉത്കണ്ഠയില്ല. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, നേരത്തെ പറഞ്ഞു കേട്ട പേരുകളൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതും. അതിൽ തന്നെ പ്രത്യേകിച്ച് മാവേലിക്കരയുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ തർക്കമുണ്ടായത് എന്ന തരത്തിലൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നതും. നേരത്തെയും നമ്മൾ കണ്ടതാണ് ജില്ലാ ഘടകത്തിന്റെ ചർച്ചയിലൊക്കെ ഏത് തരത്തിലേക്കാണ് അരുൺകുമാറിന്റെ പേര് 2 ഘടകങ്ങൾ തള്ളിക്കളഞ്ഞത്, എന്നാൽ മറ്റൊരു ഘടകം അതിന് പരിഗണന കൊടുത്തതും എന്നൊക്കെ. ഏതായാലും ഇപ്പോൾ ഇതിൽ മുതിർന്ന തലത്തിൽ, നേതൃതലത്തിലൊക്കെ നടന്ന ചർച്ചയിൽ അരുൺകുമാറിന് തന്നെ പ്രാമുഖ്യം ലഭിക്കുന്നു. ആ തരത്തിലേക്ക് എങ്ങനെ വിലയിരുത്താം പട്ടികയെ, സ്ഥാനാർത്ഥി പട്ടികയെ? അനുജ, CPIയെ സംബന്ധിച്ച് CPI വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ആദ്യഘട്ടത്തിലുണ്ടായ പേരുകൾ, ഉയർന്നു കേട്ട പേരുകളിലേക്ക് തന്നെ, അല്ലെങ്കിൽ സാധ്യതാ പേരുകളിലേക്ക് തന്നെ CPI എത്തിച്ചേർന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. പന്ന്യൻ രവീന്ദ്രൻ ആദ്യം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിമുഖത കാണിച്ചെങ്കിലും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നിലവിലെ സാഹചര്യം അദ്ദേഹത്തെ ധരിപ്പിച്ചത് അദ്ദേഹം മയപ്പെട്ടു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വീണ്ടും ഒരു അംഗത്തിന് പന്ന്യൻ രവീന്ദ്രൻ ഇറങ്ങുന്നത്. നമുക്കറിയാം, നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, ലോക്സഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ പന്ന്യന് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച പാരമ്പര്യമുണ്ട്. സ്വാഭാവികമായും ജനകീയ മുഖം, അതടക്കമുള്ള എക്സ്പീരിയൻസ് അത് പന്ന്യൻ രവീന്ദ്രനിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നത് മാവേലിക്കരയെ സംബന്ധിച്ചിട്ടായിരുന്നു. മാവേലിക്കരയിൽ ഈ കൊല്ലം, അതേപോലെ തന്നെ കോട്ടയം ജില്ലാ കൗൺസിലറുടെ അഭിപ്രായം, അതടക്കമുള്ള കാര്യങ്ങളിൽ ചില അവ്യക്തതകൾ ഉണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ സംസ്ഥാന എക്സിക്യൂട്ടീവിലും അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായി. പക്ഷേ എന്നിട്ടും CA അരുൺകുമാർ തന്നെ സ്ഥാനാർത്ഥിയാകട്ടെ എന്നുള്ള നിലപാടിലേക്ക് CPI എക്സിക്യൂട്ടീവ് എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയാണ് മാവേലിക്കരയിൽ യുവമുഖം, അതല്ലെങ്കിൽ ഒരു യുവ പ്രാതിനിധ്യം എന്ന രീതിയിൽ CA അരുൺകുമാർ, AYF നേതാവാണ്, ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗമാണ്, അദ്ദേഹത്തെ തീരുമാനിച്ചത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ VS സുനിൽകുമാർ അല്ലാതെ മറ്റൊരു പേര് CPI സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വലിയ ജനകീയ മുഖം വേണ്ട ഒരു മണ്ഡലമാണ്. മാത്രവുമല്ല, അവിടെ സ്റ്റാർ കാൻഡിഡേറ്റ് മറ്റുള്ളവർ ഇറക്കുമ്പോൾ സ്വാഭാവികമായും അത്രത്തോളം ഈ പ്രദേശത്ത് പരിചയമുള്ള ഒരാളെ ഇറക്കണം, സ്വീകാര്യനായ ഒരാളെ ഇറക്കണമെന്ന് CPI നേതൃത്വം നേരത്തെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് VS സുനിൽകുമാർ എന്ന പേരിലേക്ക് എത്തിച്ചേർന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും ആനി രാജ എന്നുള്ള തീരുമാനത്തിലേക്ക് നേരത്തെ എത്തിച്ചേർന്നതാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചിരുന്നു. ഏതായാലും വയനാട്ടിൽ ആനി രാജയും ഇറങ്ങും. വയനാട്ടിനെ സംബന്ധിച്ച് ബിനോയ് വിശ്വം സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം കോൺഗ്രസ് ആണ് ആലോചിക്കേണ്ടതിന് മറുപടി പറയുന്നത് കോൺഗ്രസ് ആണ്. ഇന്ത്യ സഖ്യം ഈ രീതിയിൽ പോകുമ്പോൾ എങ്ങനെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തും എന്നുള്ളതിന് മറുപടി കോൺഗ്രസ് പറയണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ ഇടത് ക്യാമ്പ് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നാളെ CPIM അവരുടെ 15 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അനുജ, അതാണ് ആ തരത്തിലേക്ക് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടവരുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ്. KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെ കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇക്കാര്യം സുധാകരനോട് ആവശ്യപ്പെട്ടു. വയനാട്ടിലെ സിറ്റിംഗ് MP കൂടിയായ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കണമെന്നാണ് താൽപര്യമെന്ന് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചു. കേരളത്തിൽ പരമാവധി നേട്ടം. സംഘടനാ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നാൽ അതിന് സാധിക്കില്ല. പരിഹാരമെന്ത്?
കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നീളുകയാണ്. കെ സുധാകരൻ ലോക്സഭയിലേക്ക് കണ്ണൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാൻ തയ്യാറെടുക്കാൻ സുധാകരനോട് ദേശീയ നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടു. താൽപര്യമില്ലെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് വഴങ്ങാമെന്നാണ് സുധാകരൻ നൽകിയിരിക്കുന്ന സൂചന. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ പക്ഷേ സുധാകരൻ ഇപ്പോൾ തയ്യാറല്ല. എനിക്ക് നിർദ്ദേശം കിട്ടിയില്ല. കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകുന്നതിന് സമാനമായി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരത്തിനിറങ്ങും. ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ കാര്യത്തിൽ ഇപ്പോഴും ദേശീയ നേതൃത്വത്തിൽ രണ്ടു പക്ഷമാണുള്ളത്. അതേസമയം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ തന്നെ ഇത്തവണ മത്സരിക്കണമെന്ന് അഭിപ്രായമറിയിച്ച് സമാജ്വാദി പാർട്ടി രംഗത്തെത്തി. അമേഠിയിൽ താൽപര്യമില്ലെങ്കിൽ റായ്ബറേലിയിൽ രാഹുൽ സ്ഥാനാർത്ഥിയാകട്ടെ എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ താൽപര്യം. ഇക്കാര്യത്തിലെ നിലപാട് ഉടൻ അറിയിക്കാമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം എസ് പിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകും. പാണക്കാട് ചേരുന്ന ലീഗ് നേതൃയോഗത്തിന് ശേഷമാകും പ്രഖ്യാപനമുണ്ടാവുക. അതേസമയം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം CPI ഇപ്പോൾ നടത്തിയിരിക്കുന്നു. CPIഎമ്മിൻ്റേത് അടുത്ത ദിവസം തന്നെ ഉണ്ടാവുകയും ചെയ്യും, 27-ാം തീയതി. ഇവിടെ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. ഏതായാലും നാളെ ലീഗ് അതിനൊക്കെ വിരാമമിടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് 2 സീറ്റ് എന്നതിലേക്ക് ലീഗ് ചുരുക്കാനാണോ സാധ്യത, മറ്റൊന്ന് രാജ്യസഭാ സീറ്റ് എന്ന അനുനയത്തിന് വഴങ്ങിക്കൊണ്ട്? സീറ്റ് എന്ന അനുനയത്തിന് സ്വാഭാവികമായും മുസ്ലിം ലീഗ് വഴങ്ങുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. കാരണം മുസ്ലിം ലീഗ് രാജ്യസഭ സീറ്റ് എന്നുള്ള ആവശ്യം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ 3ാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് സമവായം എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാജ്യസഭാ സീറ്റിലെ ഉറപ്പിലേക്ക് മാറാമെന്നുള്ളതുമായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട്. ഈ ഒരു ഓഫർ കോൺഗ്രസ് വെച്ചതോടുകൂടി ലീഗ് അടഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗ് അംഗീകരിക്കും. അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി മുസ്ലിം ലീഗ് ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. മലപ്പുറത്ത് ടി മുഹമ്മദ് ബഷീർ MP ആയിരിക്കും മത്സരിക്കുക. പൊന്നാനിയുടെ കാര്യത്തിൽ നേരിയ സംശയങ്ങൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ നേരിയ ചില ചർച്ചകൾ തുടരുകയാണ്. ഇതുകൂടി തീരുമാനമാകുന്ന പശ്ചാത്തലത്തിൽ നാളെ യോഗം ചേർന്ന് പ്രഖ്യാപിക്കുക എന്നുള്ള നിലപാടിലേക്കാണ് മുസ്ലിം ലീഗ് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും കഴിഞ്ഞ ഏതാനും ദിവസമായി മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കോൺഗ്രസിനെയും ഒപ്പം തന്നെ UDFനെയും ഒക്കെ തന്നെ മുൾമുനയിൽ നിർത്തിയതാണ്. ഇതിനേറെക്കുറെ നാളെയോടുകൂടി ഒരു വിരാമമാകും എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അനുജ, ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകും. അതോടെ 2 കാര്യങ്ങൾക്ക് വ്യക്തതയാകും. മലപ്പുറത്തും പൊന്നാനിയിലും മത്സരിക്കുന്നത് ആര്, 3ാം സീറ്റ് വിഷയത്തിൽ ലീഗ് കൈക്കൊള്ളുന്ന നിലപാടെന്ത്, ഈ 2 കാര്യങ്ങൾക്കും നാളെ വ്യക്തതയാകും. ഇപ്പോൾ TN പ്രതാപൻ MP-ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജയുണ്ട് തത്സമയം. तुष्टीकरण जिसको कहते हैं, उस तुष्टीकरण के कारण ममता जी शेख അനുജ, തൃശ്ശൂരിലും ഈ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുമ്പോൾ TN പ്രതാപനും സജീവമാണ്. സിറ്റിംഗ് MP ആണ്. അദ്ദേഹം പ്രഖ്യാപനത്തിന്റെ ഇടവേള മാത്രമേ ഉള്ളൂ. സ്നേഹ സന്ദേശ യാത്ര എന്ന പേരിൽ കുറച്ച് ദിവസങ്ങളിലായി തൃശ്ശൂരിലെല്ലാം യാത്രയുമായി തൃശ്ശൂരിന്റെ MP സജീവമാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായി എത്തും എന്ന ഉറപ്പിൽ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ TN പ്രതാപൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഈ വഴിനീളെ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്, ഈ യാത്ര കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ട്. അവരെ എല്ലാവരോടും സംസാരിച്ച് അവരോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജാഥക്കൊപ്പം പോകുന്നതാണ്. എന്തായാലും പ്രതാപൻ നമ്മളൊപ്പം ചേരുകയാണ്. എന്തായാലും LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. വലിയ ആവേശം ഇടത് ക്യാമ്പ് പ്രകടിപ്പിക്കുന്നു. എങ്ങനെയാണ് UDF ക്യാമ്പ്? UDF തൃശ്ശൂർ ജില്ലയിൽ യാതൊരു തരത്തിലുമുള്ള ആശങ്കയുമില്ല. ഇപ്പൊ ഈ സ്നേഹ സന്ദേശ യാത്ര ഇന്ന് 6ാം ദിവസമാണ്. ഇത് കണ്ടാൽ മനസ്സിലാകും ഈ ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൂടെയും RSS BJP സംഘപരിവാർ ശക്തികൾ പടർത്തുന്ന വെറുപ്പിനെതിരെ ആളുകൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് സുനിൽകുമാർ പറഞ്ഞത് തൃശ്ശൂർ തിരിച്ചു പിടിക്കും LDF എന്ന്. തൃശ്ശൂർ UDFന്റെ കയ്യിൽ നിലനിൽക്കും. ഒരു കാരണവശാലും തൃശ്ശൂര് ആർക്കും തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതുപോലെയുള്ള 100 കണക്കിന് അമ്മമാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്, ഉറപ്പായും. കാരണം തൃശ്ശൂർ ഒരു മതനിരപേക്ഷതയുടെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ മതേതരത്വം നിലനിർത്താൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നുള്ളത് തൃശ്ശൂരിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ വികാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ UDF നിലനിർത്തും, ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 5 ദിവസമായി ഗ്രാമനഗരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആബാലവൃദ്ധം ജനങ്ങൾ ജാതി മതത്തിൽ അതീതമായി ഈ സ്നേഹ സന്ദേശ യാത്രയ്ക്ക് നൽകുന്ന പിന്തുണയും ഇതിന്റെ കൂടെ അണിനിരക്കുന്നതും കണ്ടാൽ ബോധ്യമാകും തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സെന്താണ്, വികാരം എന്താണെന്ന്. സുനിൽകുമാർ ഇറങ്ങിയാലും തൃശ്ശൂർ പിടിക്കാൻ പറ്റില്ല. അയ്യോ, ഒരു പ്രയാസമില്ല.
ഞാൻ 3 തവണ MLA ആയ നാടാണ് തൃശ്ശൂർ, 1 തവണ MP ആയ നാടാണ്. വിദ്യാർത്ഥി പ്രവർത്തകനായി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ പാർലമെന്റ് മെമ്പർ ആയ ആളാ. 22ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് മെമ്പർ ആയ ആളാ. ഈ ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സറിയാം. രാഷ്ട്രീയത്തിന് അതീതമായി അവരെ കൂടെ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയത്തിനപ്പുറത്ത് തൃശ്ശൂരിലെ ആളുകളുമായി ആത്മബന്ധം പതിറ്റാണ്ടുകളായുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തൃശ്ശൂർ UDF ഉറപ്പായും നിലനിർത്തും. ഒരിക്കലും LDF-ന് തൃശ്ശൂര് പിടിച്ചെടുക്കാൻ കഴിയില്ല. അനുജ, എന്തായാലും UDF ക്യാമ്പിൽ TN പ്രതാപൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലേക്കാണ്. എന്തായാലും LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇനി തൃശ്ശൂർ കാത്തിരിക്കുന്നത് ഔദ്യോഗികമായ മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രമാണ്. അതെ, ഏറെക്കുറെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായി തന്നെ തെളിഞ്ഞതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി, ഒപ്പം TN പ്രതാപൻ, VS സുനിൽകുമാർ എന്നിവർ തമ്മിലുള്ള മത്സരം കനത്ത പോരാട്ടമാകും തൃശ്ശൂരിൽ നടക്കാനിരിക്കുക എന്നതിന് ഒരു സംശയവുമില്ല. തൃശ്ശൂർ UDF-ന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ TN പ്രതാപൻ MP സൂരജ് സജിയോട് വ്യക്തമാക്കിയത്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും ആരോപണവുമായി മാത്യു കുഴൽനാടൻ. മാസപ്പടി വിവാദത്തിൽ പുതിയ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ MLA. ഭൂപരിഷ്കരണ നിയമത്തിൽ ലാൻഡ് ബോർഡ് തള്ളിയ കമ്പനിയുടെ അപേക്ഷയിൽ CMRL-ന് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. മുഖ്യമന്ത്രിക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായി മറുപടി പറയുന്നില്ല. വകുപ്പല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി നേരിട്ട് ഫയൽ വിളിച്ചു വരുത്തി ലീസിന് ജീവൻ നൽകിയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. അപേക്ഷ പുനഃപരിശോധിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പായ കമ്പനി സമർപ്പിച്ച അപേക്ഷയും ആയതിന്മേൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സും, അതായത് ഞാനിവിടെ എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വകുപ്പും മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വരുന്നതല്ല. ദിസ് ഹാസ് ടു ബി ഡെൽറ്റ് ബൈ ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ആരെങ്കിലും ഭൂപരിഷ്കരണ അല്ലെങ്കിൽ നിയമപ്രകാരം എക്സംഷൻ അപേക്ഷിച്ചാൽ അതിൻ്റെ നാച്ചുറൽ കോഴ്സിൽ അത് പരിശോധിച്ച് അതിൽ തീരുമാനമെടുക്കേണ്ടതുമായിട്ടുള്ള അവകാശം റവന്യൂ ഡിപ്പാർട്ട്മെന്റിനാണ്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ കാണിക്കുന്ന ഫയൽ നോട്ടിങ്സ് ആണ്. മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സ്വീകരിക്കുകയും അതേ മീറ്റിംഗ് വിളിച്ച് മിനിറ്റ്സ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനിടെ മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തെ എന്തിനു ഭയപ്പെടുന്നുവെന്ന് KSIDC-യോട് ഹൈക്കോടതി ചോദിച്ചു. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ KSIDC എന്നും കോടതി ചോദിച്ചു. CMRL ഷെയർ ഹോൾഡർ അല്ലേ എന്നും എന്നിട്ടൊന്നും അറിയില്ലെന്ന് പറയുന്നത് എങ്ങനെയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. KSIDC-ക്ക് സാമ്പത്തിക കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് CMRL വന്ന് കോടതിയിൽ പറയട്ടെ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ മാത്യു കുഴൽനാടൻ MLA-ക്ക് മറുപടിയുമായി അതിനിടെ മന്ത്രി P രാജീവും രംഗത്തെത്തി. വിവാദ കമ്പനിക്ക് സർക്കാർ നൽകിയ ഏറ്റവും വലിയ സഹായം മൈനിംഗ് ലീസാണ്. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇതിന്റെ നടപടികൾ തുടങ്ങിയതെന്നും മന്ത്രി P രാജീവ് വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ സലിം മാലിക്കും വിഷ്ണു സുരേഷും ഉണ്ട്. ആദ്യം സലിം മാലിക്കിലേക്ക്. സലിം, ഈ വിവാദം, മാസപ്പടി വിവാദം, അത് തുടരുകയാണ്. അതിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മാത്യു കുഴൽനാടൻ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. ഓരോ ദിവസവും രേഖകളടക്കം നൽകിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അനുജ, ഉറപ്പായും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA ഇന്ന് നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനം, അത് പാർട്ട് 3 എന്നൊക്കെ പേരിട്ട നിലയിലായിരുന്നു മാത്യു കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനം. ഇന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, അത് CMRL-ന്റെ കീഴിലുള്ള KREML എന്ന കമ്പനി, ആ കമ്പനിക്ക് തൃക്കുന്നപ്പുഴയിലുണ്ടായിരുന്ന 60 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭൂപതിവ് ചട്ടത്തിൽ അനധികൃതമായ ഭേദഗതി വരുത്താൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നുള്ളതാണ് പ്രധാനമായുമുള്ള ഒരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഒരു കമ്പനിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമി 15 ഏക്കറാണ്. എന്നാൽ തൃക്കുന്നപ്പുഴയിൽ 60 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ഈ ഭൂമി കൈവശം വയ്ക്കാനുള്ള അനുമതിയും അവിടെ വ്യവസായം നടത്തുന്നതിനുള്ള അനുമതിയും വേണം എന്ന് ജില്ലാ സമിതിക്ക് മുൻപാകെ ഒരു അപേക്ഷ വെച്ചിരുന്നു. ആ അപേക്ഷ തള്ളുകയും അതിനുശേഷം പിന്നീട് ജില്ലാ സമിതി തന്നെ തള്ളിയ അപേക്ഷ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് 2 തവണ ജില്ലാ സമിതിയെ വീണ്ടും സമീപിച്ചെങ്കിലും അപ്പോഴൊക്കെയും അത് പുനഃപരിശോധിക്കാത്തൊരു അപേക്ഷയായിരുന്നു. അത് പിന്നീട് അപ്പോൾ ഈ തള്ളിയ ഡേറ്റ് ഉൾപ്പെടെയാണ് മാത്യു കുഴൽനാടൻ ഇന്ന് രേഖകളുമായി വന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകി. അതിനുശേഷം റവന്യൂ വകുപ്പിന് കീഴിലുള്ള മുഖ്യമന്ത്രിയുടെ വകുപ്പേ അല്ലാത്തൊരു വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് അത് റവന്യൂ വകുപ്പിന് ഫോർവേഡ് ചെയ്യാതെ അതിന് പകരം നേരിട്ടൊരു മീറ്റിംഗ് വിളിച്ചു എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. അതിനുശേഷം ആ മീറ്റിംഗ് വിളിച്ചതിന് ശേഷം ഈ ജില്ലാ സമിതി തള്ളിയ അതേ ഉത്തരവ് പിന്നീട് ജില്ലാ സമിതി തന്നെ അംഗീകരിക്കുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. മാത്രമല്ല, ഭൂപതിവ് ചട്ടത്തിൽ പോലും ഭേദഗതി വരുത്തണമെന്നൊരു നിർദ്ദേശവും ഈ ജില്ലാ സമിതിയെ കൊണ്ട് വെപ്പിച്ചു എന്നതിൻ്റെ മിനിറ്റ്സിൻ്റെ രേഖകൾ ഉൾപ്പെടെയാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, അതിനുശേഷം മുഖ്യമന്ത്രി ആ യോഗ
യോഗം വിളിച്ചതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായ മറ്റൊരു ആരോപണവുമായി മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി 135 കോടി രൂപ CMRL നൽകി എന്നുള്ളൊരു കണക്കാണ്. ആ 135 കോടിയിൽ സിംഹഭാഗവും പോയത് മുഖ്യമന്ത്രിയിലേക്കാണ്. 100 കോടിയിലധികം രൂപ മുഖ്യമന്ത്രിക്കാണ് നൽകിയത്. അതിനുള്ള സേവനമാണ് ഈ മാസപ്പടി എന്ന നിലയിൽ വീണ വിജയന്റെ മുകളിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം കൂടിയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതെ, ഈ ആരോപണത്തിന് മറുപടിയുമായാണ് മന്ത്രി പി രാജീവ് എത്തിയത്. ഒപ്പം തന്നെ കോടതി ഇന്ന് KSIDCയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അതിന്റെ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് കൂടിയുണ്ട് തത്സമയം. വിഷ്ണു, കോടതി ഇന്നും KSIDCക്ക് രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്തിന് അന്വേഷണത്തെ ഭയപ്പെടുന്നു എന്ന് ചോദിക്കുന്നു. തീർച്ചയായും അന്വേഷണത്തിലേക്ക് പോകുമെന്നതിന്റെ സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ കോടതി നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതും. മറ്റൊന്ന്, പി രാജീവ് ഇന്ന് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണത്തിന് എങ്ങനെയാണ് മറുപടി പറയുന്നത്? മൈനിങ് ലീസ് നൽകിയിട്ടുള്ളത് UDF മന്ത്രിസഭയുടെ കാലത്താണ് എന്നതടക്കം അതും വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ടാണല്ലോ, രേഖകൾ പരസ്യപ്പെടുത്തിക്കൊണ്ടാണല്ലോ മറുപടി. അനുജ, അതിരൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് KSIDCക്കെതിരെ ഉയർന്നത്. പ്രധാനമായും ഈ അന്വേഷണം സ്റ്റേ ചെയ്യാൻ ആകില്ല എന്നൊരു സൂചനയും കോടതി വ്യക്തമാക്കുന്നുണ്ട്. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് KSIDC. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ് മാതൃകാപരമായ നടപടിയെന്ന് കോടതി വ്യക്തമാക്കുന്നു. ഒപ്പം CMRLന്റെ ഓഹരി പങ്കാളിയാണ് KSIDC. ആ KSIDCക്ക് അവിടെ നടന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നതിൽ എന്ത് വസ്തുതയാണുള്ളത്? അങ്ങനെ അറിയില്ല എങ്കിൽ അത് CMRL തന്നെ കോടതിയെ വ്യക്തമാക്കട്ടെ എന്നുള്ളതാണ് ഇന്ന് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചത്. കേസ് മാർച്ച് 12-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്നായിരിക്കും പരിഗണിക്കുക. നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് അന്വേഷണം തുടരട്ടെ എന്ന നിലപാടിലേക്ക് കോടതി പോകുമെന്നാണ്. ഇതിനിടയിലാണ് മാത്യു കുഴൽനാടൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുകയും അതിൽ പി രാജീവിനെയും അതോടൊപ്പം തന്നെ MP രാജേഷിനെയും CMRലുമായി ബന്ധപ്പെട്ട് പൊതു അല്ലെങ്കിൽ സെമിനാറിന് അല്ലെങ്കിൽ ഡിബേറ്റിനൊക്കെ ക്ഷണിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഇന്ന് പി രാജീവിന്റെ മറുപടി വൈകിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് UDF മന്ത്രിസഭയ്ക്ക് നേരെയാണ്. 2002-ൽ AK ആന്റണി മന്ത്രിസഭയാണ് ഈ കമ്പനിക്ക് ലാൻഡ് മൈനിങ്ങിന് അനുമതി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. 2004-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ചു നൽകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ UDF നേതാക്കൾ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? പിന്നീട് ഇന്ന് നിയമോപദേശം തേടി അല്ലെങ്കിൽ കമ്പനിക്ക് ഈ CMRL പോലുള്ള കമ്പനികൾക്ക് മുഖ്യമന്ത്രി സഹായം ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു അസംബന്ധമായ നടപടിയാണ്. ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ മാത്യു കുഴൽനാടന്റെ ഓരോ ആരോപണങ്ങളും അത് നനഞ്ഞ പടക്കം പോലെയായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പി രാജീവ്. അനുജ, അത്തരത്തിൽ മാസപ്പടി വിവാദം കൊഴുക്കുന്നു. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വാഹനാപകടം. മുത്തേരിയിൽ നിയന്ത്രണം വിട്ട കാർ ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ച് 3 പേർക്ക് പരുക്കേറ്റു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് സംഭവിച്ചത്? അനുജ, എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. മുത്തേരിയിൽ നിയന്ത്രണം വിട്ട കാറ് 2 ഇരുചക്ര വാഹനങ്ങളിലാണ് ഇടിച്ചിട്ടുള്ളത്. അപകടത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ മുക്കത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു വളവിലാണ് ഈ അപകടം നടക്കുന്നത്. ഈ വളവിലെത്തിയപ്പോൾ കാർ ഡ്രൈവറുടെ BP കുറയുകയും തുടർന്ന് കാറിന്റെ നിയന്ത്രണം വിടുകയുമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപകടം കണ്ടെത്തിയ ഈ സമീപവാസികളും ഒപ്പം തന്നെ മറ്റു യാത്രക്കാരുമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ പ്രദേശം ഒരു അപകട മേഖല കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ബസ് ഉൾപ്പെടെ മറിഞ്ഞ് ഈ പ്രദേശത്ത് അപകടം നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലാത്തത് ആശ്വാസകരമാണ്. അനുജ, കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലാണ് ഈ അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. എന്നാൽ പരുക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് രാഹുൽ സുരേഷ് നൽകിയത്. ഇന്ന് സംഭവിച്ച വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി പൊതുജനം കഴുതിയ ലെസർ എന്ന പരിപാടിയുമായി R. ശ്രീകണ്ഠൻ നായർ. നമസ്കാരം.